വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനം ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയിൽ ഉൾപ്പെടെയാണ് പരിശോധന. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയായി. അപകട കാരണം എന്താണ് എന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നിർണായകമാണ്. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, എന്തായാലും ഈ ഒരു 13 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം, ആ അപകടത്തിന് കാരണം എന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്തു, അപകടത്തിന് കാരണം അല്ലെങ്കിൽ അപകടം ചൂട് കാരണമല്ലെന്നാണ് ഇപ്പോൾ പെസയുടെ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയത്. ഇലക്ട്രിക് ഇൻസ്പെക്ടറി പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്നതിൽ ഈ 13 പേരുടെ ജീവനെടുക്കലിന്റെ കാരണം എന്നതിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന അല്ലെങ്കിൽ റിപ്പോർട്ട് അത് നിർണായകം ആയിരിക്കും. ലൈസൻസ് ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വലിയൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ അല്ലെങ്കിൽ വെടിപ്പുരയിലെ ലൈസൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ലൈസൻസും സുരക്ഷാ കാര്യങ്ങളും പാലിച്ചായിരുന്നു ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ നിർമ്മിച്ചത് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. ഈ സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ തേടിയുള്ള പരിശോധന നിലവിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെയായിരുന്നു കടാവർ നായകൾ ഉപയോഗിച്ചടക്കം പരിശോധന നടത്തിയത്. അതിൽ 2 മൃതശരീരം കൂടി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പ്രാഥമിക തെളിവ് DMO പൂർത്തിയാക്കിയിട്ടുണ്ട്. വെടിക്കെട്ട് നിർമ്മാണശാലയുടെ സമീപത്തുണ്ടായിരുന്ന കുളത്തിലും പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്നൊന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ചില വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ വസ്തുക്കൾ എന്താണ് എന്നതിൽ ഒരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ഫോറൻസിക് സംഘത്തിന് ഇനി കൈമാറും. അതിനുശേഷമായിരിക്കും പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ എന്താണ് എന്നതിലേക്ക് കടക്കുക. എന്നാലും ഈ 13 പേരുടെ മരണത്തിന് ഇടയാക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് വെടിപ്പുരയിലുണ്ടായ ആ സ്ഫോടനം അത് ചൂട് കാരണമല്ലെന്നാണ് ഇപ്പോൾ പെസയുടെ വിലയിരുത്തൽ. ഇനി ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നിലവിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അത് വല്ല ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ച് വരുന്നത്. അതാണോ കാരണമെന്നതിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകമായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പെസയുടെ വിലയിരുത്തൽ അനുസരിച്ച് ചൂട് കാരണമല്ല ഈ വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടായത് എന്നതാണ് കാർത്തു. ശരി, വ്യക്തമാണ്. എന്തായാലും ഈ ഒരു വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനം ചൂട് കാരണമല്ല എന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു അപകടത്തിന് പിന്നിലുള്ള കാരണം എന്ത് എന്നതിൽ പരിശോധനയടക്കം നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിർണായകമാണ്. ഈ അപകടത്തിനിടയാക്കിയ കാരണം എന്ത് എന്നതിൽ എന്തായാലും രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.